ഇതാണ് ഇവിടെ പൈലിംഗ് നടക്കുന്ന വർക്ക്. ഈ ഫ്ലാറ്റിന്റെ ഈ തൊട്ടടുത്ത് പൈലിംഗ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അപ്പൊ ഇനി ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. പൈലിംഗ് ചെയ്ത് ബലപ്പെടുത്തിയ ശേഷം ഈ ഭാഗത്തുനിന്ന് കോൺക്രീറ്റ് വാള് വരലായിരിക്കും. അപ്പൊ ഈ ഫ്ലാറ്റിന് ഒരു സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ്. ഇതാണ് ടോൾ പ്ലാസ. ടോൾ പ്ലാസന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇങ്ങനെ വർക്കുകൾ കംപ്ലീറ്റ് ആവാതിരിക്കുന്നത്. NH66 പുതിയൊരു അപ്ഡേറ്റ് കോഴിക്കോട് ബൈപ്പാസിലാണ്. കോഴിക്കോട് ബൈപ്പാസിൽ കുറെ ഭാഗത്ത് ഇനിയും വർക്കുകളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതിൽ വരുന്ന പാലങ്ങൾ വരുന്ന ഭാഗത്തുണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളിലൊക്കെ വർക്കുകൾ ബാക്കിയുണ്ടായിരുന്നു. ആ ഭാഗങ്ങളിലെ വർക്കുകളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് വിശദമായ കാഴ്ചകളിലേക്ക് പോവാം. അപ്പൊ ഞാനിപ്പോ വന്നിട്ടുള്ളത് അറപ്പുഴ പാലത്തിന്റെ താഴ്വശത്താണ്. കണ്ടില്ലേ, പാലത്തിന്റെ ഫില്ലറിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി ഒരുപാട് വർക്കുകൾ ഇവിടെ വരാനുണ്ട്. ഇതിന്റെ മുകളിൽ ഗർഡർ വെക്കുന്ന വർക്കുകൾ അതൊന്നും തുടങ്ങിയിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന പോലെ അതേപോലെ കിടക്കുകയാണ്. ഈ ഫില്ലറിന്റെ ഭാഗങ്ങൾ ഇങ്ങനെ ചെയ്ത് വെച്ചത്. അപ്പൊ ഇനി ഇവിടെ ഗർഡർ വർക്കൊക്കെയാണ് വരാനുള്ളത്. ഇവിടെ നമുക്ക് ഈ ഫസ്റ്റ് തുടക്കത്തിലുള്ള ഫില്ലറിന്റെ അടുത്ത് പോയി നോക്കാം. ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കട്ടകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളൂ. ഇനി ഒരുപാട് വർക്കുകളുണ്ട്. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഇപ്പൊ പാലത്തിന്റെ വർക്കുകളൊക്കെ ഒന്ന് സ്ലോവിലാണ് നടക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന കൈവരികൾ കട്ട് ചെയ്ത ഭാഗങ്ങളാണ് മുകളിൽ വെച്ചിട്ടുള്ളത്. നേരത്തെ ഇതുവഴി കടന്നു പോയിരുന്ന വാഹനങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും അതുവഴി കടത്തിവിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇതാ ഒരു കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങൾ ഉയർത്തി കൊണ്ടുവരാനുണ്ട്. ഇനി റോഡിന്റെ ഭാഗത്തേക്ക് അങ്ങോട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കൊണ്ടുവരാനുണ്ട്, മണ്ണിട്ട് നിറച്ച് കൊണ്ടുവരാനുണ്ട്. ഇതാണിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ള ഒരു കട്ടകൾ. ഗർഡർ വെക്കുന്നതിൻ്റെ മുന്നേ വെക്കുന്ന ഒരു ഭാഗമാണ്. അപ്പം ഇനി ഗർഡറിൻ്റെ വർക്കുകളാണ് വരാനുള്ളത്. അതൊന്നും കാണുന്നില്ല. പഴയ പാലത്തിൻ്റെ ഗർഡർ വരുന്ന ഭാഗങ്ങളിൽ കണ്ടില്ലേ, ഇങ്ങനെ സിമെന്റ് ഉപയോഗിച്ച് പുട്ടിയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ജോയിന്റിങ് ചെയ്യാനുള്ള ഭാഗങ്ങൾ, കട്ട് ചെയ്ത ഭാഗങ്ങൾ കാണാം. ഇനി പുതിയ ഗർഡർ വെച്ച് അതിൻ്റെ മുകളിലേക്ക് ജോയിന്റ് ചെയ്ത് വാർക്കലാണ്. അതിൻ്റെ വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ മുകൾ വശത്ത് പോയി നോക്കാം. അത് കഴിഞ്ഞ് അടുത്തത് മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ പോയി നോക്കാം. എത്രത്തോളം വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നോക്കാം. കണ്ടില്ലേ, ഇത്രയും ഭാഗത്തൂടെയാണ് പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. പഴയ ഫുട്പാത്ത് ക്രാഷ് ബാരിയർ കൂടെയാണ് ഈ കട്ട് ചെയ്ത് വെച്ചത്. ഈ ഭാഗത്തു നിന്നുള്ള ഇതാണ് പാലത്തിന്റെ ഫില്ലറുകൾ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചതിൽ. അപ്പൊ ഇതിന്റെ മുകളിൽ ഇനി ഗർഡറുകൾ വെക്കാനുണ്ട്. ഇതൊന്നും വെച്ചിട്ടില്ല. ഇനി എത്ര സമയം എടുക്കും എന്നറിയാം. ഇപ്പൊ കുറച്ച് വർക്കുകളൊക്കെ സ്ലോ ആണ്. എന്ത് പറ്റിയെന്ന് അറിയില്ല. ഇങ്ങനെയാണ് ഇവിടെ ഇപ്പം കിടക്കുന്നത്. വാഹനങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. ഇവിടെ 2 ലൈനായിട്ടാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ആ സൈഡിലും 2 ലൈന്, ഇപ്പുറത്തും 2 ലൈനായിട്ടാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ ഒരു ലൈന്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അങ്ങോട്ട്. ഇതാണ് പാലത്തിൻ്റെ എൻഡ് ഭാഗം വരുന്ന ഭാഗം. ഇവിടെ മുകളിൽ നിന്നുള്ള കാഴ്ച ഇങ്ങനെയാണ്. ഇതാണ് നമ്മൾ നേരത്തെ ഫസ്റ്റ് കാണിച്ച ഭാഗം തന്നെയാണ്. ഇനി അങ്ങനെ ആ ഭാഗങ്ങളിലൊക്കെ മണ്ണ് നിറച്ച് കൊണ്ടുവരാനുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു കോൺക്രീറ്റ് വാള് വരുന്നുണ്ട്, പൊങ്ങി വരുന്നുണ്ട്. വർക്കുകൾ ഇവിടെ ഒന്നും ചെയ്യുന്നൊന്നും കാണുന്നില്ല. അറപ്പുഴ പാലത്തിന്റെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ, റോഡ് വരുന്ന ഈ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ എന്തോ ഒരു പദ്ധതി വരുന്നുണ്ട് കേട്ടോ. ആ ഭാഗത്തേക്ക് അതുവഴി ഇങ്ങനെ ഒരു ചെറിയ റോഡ് കൊണ്ടുവന്ന് കാണുന്നുണ്ട്. കണ്ടോ, ഇതിലിങ്ങനെ ചെറിയൊരു റോഡ് വരുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ മരങ്ങളൊക്കെ എറിഞ്ഞിട്ടുണ്ട്. എന്താണ് ഇവിടെ ഒരു വർക്ക് എന്തോ തുടങ്ങുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് പന്തീരങ്കാവ്, കൊടൽനടക്കാവ്, പനമരം ഭാഗത്താണ്. കണ്ടില്ലേ, ഇവിടം വരെയാണ് സർവീസ് റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് സർവീസ് റോഡ് ഇല്ല. ഈ ഭാഗത്ത് നിന്ന് ഇനി അങ്ങോട്ട് സർവീസ് റോഡ് ഉണ്ടാക്കാനുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു വഴിയുണ്ട്, റോഡ് ഇവിടെ നിന്ന് അങ്ങോട്ട്. അപ്പൊ നമ്മളോട് ഇതിൽ വാർത്തകളിലൊക്കെ കണ്ടതും കേട്ടതാണ്, നിങ്ങൾ ഹൈവേയിൽ നിന്ന് ഓട്ടോയും ബൈക്കും ഒക്കെ ഒഴിവാക്കണമെന്ന്. ശരിയാണ്, നല്ല കാര്യമാണ്. പക്ഷേ സർവീസ് റോഡ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇതുപോലുള്ള ഭാഗങ്ങളിലൊക്കെ ആളുകൾ പോവാന്ന് അത് അധികാരികളൊന്നും അതിനെ പറ്റിയുള്ള പഠനം നടത്താതെയാണോ അത് വേഗത്തിൽ സർവീസ് റോഡിലൂടെ ഓട്ടോ അതുപോലെ ബൈക്കൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞത്.
എന്താണെന്ന് അവര് അതിനെ കുറിച്ച് പഠിക്കാതെ പറഞ്ഞത്. വർക്ക് കഴിഞ്ഞതിന് ശേഷം പറയുകയാണെങ്കിൽ നമുക്കൊരു പോയിന്റ് പറയാം. വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് സർവീസ് റോഡിലൂടെ മാത്രം പോയാൽ മതി ചെറിയ വണ്ടികൾ എന്നുള്ള ഒരു നിയമങ്ങളൊക്കെ കൊണ്ടുവരാം. വർക്ക് കഴിയാതെ എങ്ങനെ ഇതുവഴിയുള്ള യാത്രകൾ സാധ്യമാകാം? അതുപോലെ നമുക്ക് ടോള് കൊടുക്കുന്നുണ്ട് വർക്ക് കഴിയാതെ തന്നെ. അത് തന്നെ ജനങ്ങൾ പ്രതിഷേധമുണ്ട്. കുറേ ഭാഗത്തെ ആളുകൾ വർക്ക് കഴിയാത്തതുകൊണ്ട് ഹൈവേയിൽ ബ്ലോക്ക് ഉണ്ട്, അങ്ങനെ വീതി കുറഞ്ഞ ഭാഗത്തൂടെയൊക്കെ കടന്നു പോകുന്നത്, അങ്ങനെ ഒരുപാട് കംപ്ലൈന്റുകൾ ഉണ്ട്. എന്നിട്ടും നമ്മൾ അതൊക്കെ സഹിക്കുന്നുണ്ട്. ഇവിടെ ഇനി വരാനുള്ളത് വലിയ കോൺക്രീറ്റ് വാള് വരാനുണ്ട്. അതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കാണാം, മുകൾ വശത്തൊക്കെ ഇനി കോൺക്രീറ്റ് വാള് ചെയ്യാനുണ്ട്. അതിന്റെ മുകളിൽ നിന്ന് മണ്ണെടുത്ത് ഒഴിവാക്കാനുണ്ട്. ഇവിടെ ഒരു വലിയൊരു പാറയാണ്, ഈ പാറന്റെ ഭാഗത്തു നിന്നൊക്കെ എടുത്ത് മാറ്റാനുണ്ട്. എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോയിരുന്ന് നിങ്ങൾക്ക് വീഡിയോ എടുത്തൂടെ. അതൊക്കെ റിസ്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കാത്തത്. ഇപ്പൊ ഞാൻ എടുക്കുന്നതിന് റോഡിന്റെ സെന്ററിലൊക്കെ നിന്നിട്ടാണ്. കണ്ടില്ലേ, ഇത്രയും ഭാഗത്താണ് വർക്കുകൾ ഇനി ചെയ്യാനുള്ളത്. അവിടെ നിന്ന് ഇങ്ങനെ കുന്നിടിച്ച് ഇങ്ങനെ ഭാഗങ്ങൾ വർക്ക് ചെയ്യാനുണ്ട്. അവിടെ ഒരു എക്സിറ്റ് ഉണ്ട്, ആ എക്സിറ്റിന്റെ ഭാഗം വരെ വർക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഇനി ഒരുപാട് വർക്കുകൾ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ വരാനുണ്ട്. ഞാനിപ്പോ എത്തിയിട്ടുള്ളത് കോഴിക്കോട് ടോൾ പ്ലാസിന്റെ ഭാഗത്താണ്. ടോൾ പ്ലാസിന്റെ ഭാഗത്ത് കണ്ടില്ലേ, ഇവിടെ ഒരു സൈഡിലാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഒരു സൈഡിലെ റോട്ടിലൂടെ തന്നെയാണ് രണ്ടു സൈഡിലേക്കും വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ ഇങ്ങനെ ചെറിയ പ്ലാസ്റ്റിക്കിന്റെ ക്രഷ് ബാരിയറുകൾ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടെ വരുന്ന പാലം. പഴയ പാലം റീവർക്ക് ഒക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗത്ത് എക്സ്ട്രാ ആയിട്ട് പുതിയൊരു പാലം കൂടെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് കോഴിക്കോട് ഭാഗത്തൊക്കെ പാലങ്ങൾ ജോയിന്റിങ് ചെയ്ത് വീതി കൂട്ടിയതാണ്. അപ്പൊ ഇനി ഈ പഴയ പാലത്തിന്റെ ഭാഗത്ത് ടാറിങ് ചെയ്യാനുണ്ട്. പഴയ പാലത്തിന്റെ ഈ സൈഡിൽ കാണാം നമുക്ക് ക്രാഷ് ബാരിയറുകളൊക്കെ, അതുപോലെ കൈവരികള്. ഇവിടെ ഇങ്ങനെ ഒരു ഒഴിഞ്ഞു കിടക്കുകയാണ് ഈ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത്. ഇനി ഈ ഭാഗത്തൊക്കെ കുറെ വർക്കുകൾ ചെയ്യാനുണ്ട്. ഇവിടെ ഒരു സർവീസ് റോഡിന്റെ ഒരു ഭാഗം വന്നിരുന്ന് കണ്ടില്ല, ഇങ്ങനെയാണ് കിടക്കുന്നത്. ഈ സർവീസ് റോഡ് അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ തോടുണ്ട്, ഈ തോടിന്റെ അതുവരെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഡ്രെയിനേജിന്റെ വർക്കുകളൊക്കെ പകുതിയായിട്ടുള്ളൂ. അവിടെയൊക്കെ വലിയ രീതിയിൽ ഡ്രില്ലിങ് ചെയ്ത് മണ്ണൊക്കെ ഇട്ട് ഉയർത്തി കൊടുന്നതാണ്. ഇതാണ് പുതിയ പാലം. പുതിയ പാലത്തിന്റെ ഭാഗം ഇങ്ങനെ കുറെ ടാറിങ് ഒക്കെ കഴിഞ്ഞ് കിടക്കാണ്. ജോയിന്റിങ്ങിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പഴയ പാലത്തിന്റെ ഭാഗത്ത് ഇനി ഇതേ ഹൈറ്റിലേക്ക് ടാറിങ് ചെയ്യാനുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച പോലെയാണ് കാണുന്നത്. ഇത്രയും ഭാഗത്ത് ഇനി ടാറിങ് ചെയ്താലേ നമ്മളെ ടോള് കടന്ന് നേരിട്ട് ഇങ്ങോട്ട് വാഹനങ്ങൾക്ക് ഈ സൈഡിലെ ട്രാക്കിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ വർക്കുകളൊന്നും ഇപ്പം കഴിഞ്ഞിട്ടില്ല. ജോയിന്റിങ് വരുന്ന ഭാഗങ്ങളിലൊക്കെ ക്രാഷ് ബാരിയറും ഇതുപോലുള്ള കൈവരിന്റെ ഭാഗത്തുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ഇവിടെ ഒരു ഫുട്പാത്ത് ഉണ്ട്, ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, കൊച്ചിക്കുള്ള 178. ഇതാണ് നമ്മുടെ ടോൾ പ്ലാസ. ടോൾ പ്ലാസന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇങ്ങനെ വർക്കുകൾ കംപ്ലീറ്റ് ആവാതിരിക്കുന്നത്. അതിന്റെ മുന്നേ തന്നെ നമ്മളടുത്ത് നിന്ന് ടോളൊക്കെ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് വർക്ക് കഴിയാതെ. അപ്പൊ ഇനി നമുക്ക് ഹൈലൈറ്റ് മാളിന്റെ ഭാഗത്ത്, അവിടെ ഒരു ഫ്ലാറ്റിന്റെ ഭാഗത്തൊക്കെ മണ്ണെടുത്ത് വർക്കുകളൊക്കെ തുടങ്ങിയിരുന്നത്. അവിടെ വലിയ ഹൈറ്റിലേക്ക് ഉള്ള പാറയൊക്കെ ഉള്ള ഒരു ഭാഗങ്ങളാണ്. അവിടെ വലിയ രീതിയിൽ മണ്ണെടുത്ത് മാറ്റാനുണ്ട്. വലിയൊരു റിസ്കി ആയ ഒരു വർക്കാണ് അവിടെ വരുന്നത്. അവിടെ അതുകൊണ്ട് പൈലിംഗ് ഒക്കെ ചെയ്യുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിരുന്നത്. ആ ഭാഗത്തൊന്ന് പോയി നോക്കാം അവിടുത്തെ എന്തായിട്ടുണ്ടെന്ന്. ഞാൻ ഹൈലൈറ്റ് മാളിന്റെ അടുത്ത് വർക്ക് നടക്കുന്ന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇരിങ്ങല്ലൂർ ഭാഗം, സർവീസ് റോഡിന്റെ വർക്ക് നടക്കുന്ന ഭാഗം. ഈ കാണുന്ന ഈ ഭാഗം വരെയാണ് ഇപ്പം വർക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് മുകളിലേട്ട് ഉള്ള ഭാഗത്താണ് വർക്കുകൾ നടക്കാനുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് മണ്ണൊക്കെ നീക്കി വലിയ രീതിയിലുള്ള വർക്കുകൾ നടക്കാനുണ്ട്. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഫ്ലാറ്റിന്റെ മുറ്റത്തൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പൊ ഇവിടെ പൈലിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്, പൈലിങ്ങിന്റെ ജോലികള്. അത് നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ ഇനി വലിയ കോൺക്രീറ്റ് വാള് വരാനുള്ളതാണ്. വാഹനങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ചളി ആയതുകൊണ്ട് ഇവിടെ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് രീതി ഇവിടെ കാണാം.
ഇതാണ് ഇവിടെ പൈലിങ് നടക്കുന്ന വർക്ക്. ഈ ഫ്ലാറ്റിൻ്റെ ഈ തൊട്ടടുത്ത് തന്നെയാണ്. പൈലിങ്ങിൻ്റെ ജോലിയൊന്നും ഇപ്പോൾ കാണുന്നില്ല. കുറച്ച് ഭാഗങ്ങളൊക്കെ പൈലിങ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഭാഗങ്ങളാണ് ഇത് കാണുന്നത്. കണ്ടില്ലേ, ഇവിടെയൊക്കെ പൈലിങ് കഴിഞ്ഞ ഭാഗങ്ങളാണ്. ആ ഭാഗത്താണ് ഹൈലൈറ്റ് മോളൊക്കെ വരുന്നത്. അതിൻ്റെ തൊട്ടടുത്തുകൂടെയാണ് ഇത് പോകുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇതിൻ്റെ താഴ്വാശത്തുള്ള കാണിക്കാം. ഇവിടെ ഇങ്ങനെ മണ്ണൊക്കെ ഇട്ട് കോൺക്രീറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഒരു സേഫ്റ്റി ആക്കി വെച്ചതാണ്. ഇവിടെ തള്ളിപ്പോയതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ ഭാഗം ഇവിടെ ടോൾ പ്ലാസൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് 1 കിലോമീറ്റർ ആണ് ടോൾ പ്ലാസയിലേക്ക് പോകാൻ. അപ്പോൾ ചെറിയൊരു വീതിയിൽ ഒരു റോഡ് വരാൻ വേണ്ടിയിട്ടാണ് വലിയൊരു എമൗണ്ട് ഉള്ള ഒരു വർക്ക് ഇവിടെ ചെയ്യുന്നത്. ഇതിലെ സർവീസ് റോഡ് ഇതുവഴി അങ്ങോട്ട് പോകാൻ വേണ്ടി ഇവിടെ ഫുള്ളായിട്ട് പൈലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഈ ഭാഗത്തു നിന്ന് അവിടം വരെ പൈലിംഗ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇനി ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. പൈലിംഗ് ചെയ്ത് ബലപ്പെടുത്തിയ ശേഷം ഈ ഭാഗത്തുനിന്ന് കോൺക്രീറ്റ് വാള് വരലായിരിക്കും റോഡിൻ്റെ ഭാഗങ്ങളെടുത്ത്. അപ്പോൾ ഈ ഫ്ലാറ്റിന് ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ്. ഇതാണ് ഫ്ലാറ്റിൻ്റെ മുറ്റത്തൂടെയാണ് വർക്ക് പോകുന്നത്. അപ്പോൾ വളരെ വലിയ എമൗണ്ടിലുള്ള വർക്കാണ് ഈ ചെറിയൊരു ഭാഗം റോഡിന് വേണ്ടി അവർ ചിലവഴിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മറ്റേ ആ ഫ്രണ്ട് ഭാഗത്തുനിന്ന് ഒന്നുകൂടെ പോയിട്ട് ആ റോഡിൻ്റെ ഭാഗത്തുനിന്ന് ഒന്ന് നോക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് നോക്കാം. ഇതാണ് ഇവിടെ കോഴിക്കോട് ബൈപ്പാസിലെ ഹൈവേൻ്റെ വർക്കുകളൊക്കെ. ഞാൻ ഈ റോഡിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ വളരെ കറക്റ്റായിട്ടാണ് പാറ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ മാർബിളൊക്കെ കട്ട് ചെയ്ത പോലെ കറുത്ത കരിമ്പാറയാണ്. ഇതിൻ്റെ മുകളിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഫ്ലാറ്റിൻ്റെ താഴ്വശം ഇങ്ങനെ. അപ്പോൾ റോഡിൻ്റെ വീതി ഏകദേശം കറക്റ്റായിട്ടാണ് അവർ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് 3 ട്രാക്കിനുള്ള. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗങ്ങളാണ് സർവീസ് റോഡ് വരാനുള്ളത്. അതിനു വേണ്ടിയാണ് ഇപ്പോൾ മുകളിലൊക്കെ ഈ വർക്കുകളൊക്കെ ചെയ്യുന്നത്. ഇതാണ് ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് പോയി നോക്കാം നമുക്ക്. ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ ഭാഗത്തുനിന്ന് മുകളിൽ നിന്ന് മണ്ണൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ മാർബിളൊക്കെ ഇട്ട പോലെയാണ്. കറുത്ത പാറ കട്ട് ചെയ്തെടുത്തുകൊണ്ട് നല്ല സ്ട്രോങ് ആയ ഭാഗത്താണ് അവർ ഈ ഫ്ലാറ്റൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ താഴ്വശത്ത് ഇങ്ങനെ കുറച്ച് ഭാഗം കണ്ടില്ലേ, ഇങ്ങനെ വെള്ളക്കെട്ടായി കിടക്കുന്നുണ്ട്. ഇതിൻ്റെ അരികു വശം ഇവിടെയൊക്കെ ഇപ്പോൾ കാടായി കിടക്കണം. ഇനി ഇവിടെ കോൺക്രീറ്റ് വാളൊക്കെ വന്ന് മണ്ണിട്ട് നിറച്ച് ക്ലിയർ ചെയ്യാനുണ്ട്. ഇവിടെ കണ്ടില്ലേ വെള്ളം, ഈ ഭാഗത്തൊക്കെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു കിടക്കണം. അവിടെയാണ് ഡ്രൈനേജ് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, റോഡിൻ്റെ ഏകദേശം അവർക്ക് വേണ്ട ഭാഗങ്ങൾ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്കാണ് വർക്ക് വരാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ വർക്കുകൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബൊക്കെ തന്ന് സപ്പോർട്ട് തരിക. വീണ്ടും മറ്റൊരു സ്ഥലത്തെ കാഴ്ചയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.